യിൽ കിടന്ന് തേങ്ങി തേങ്ങി കരയുന്ന, തേങ്ങിക്കരയല്ല ഇന്നു എന്ന് പറഞ്ഞാൽ ശരിക്കും ഇങ്ങനെ ഒരു ഇടക്കിങ്ങനെ ഒരു തേങ്ങൽ, ഇടക്കിങ്ങൊരു വിങ്ങൽ. അപ്പൊ കൂട്ടുകാരൻ പറഞ്ഞു, ലൈസ ബിമുഹിബ്ബിൻ മൻ ലം യസ്ബിർ അലാ ദുർബി ഹബീബിഹി. ഇത് രസകരമായ ഒരു ഡയലോഗാണ്, രണ്ടാളും തമ്മിൽ ഒരു സംഭാഷണമാണിത്. അപ്പൊ പറയാണ്, രോഗിയെ കാണാൻ വന്നു ആരു, ഇഷ്ടപ്പെട്ട കൂട്ടുകാരൻ വലിയ മഹാനാണ്. വന്നിട്ട് പറഞ്ഞ വാക്കിതാണ്, ലൈസ ബിമുഹിബ്ബിൻ മൻ ലം യസ്ബിർ അലാ ദുർബി ഹബീബിഹി. തന്റെ ഹബീബായി ഇഷ്ടപ്പെട്ട ആള് അടിച്ചു കഴിഞ്ഞാൽ ആ അടിയുടെ വേദന സഹിക്കാൻ പറ്റാത്തവൻ ഒരു മുഹിബ്ബാണ് എന്ന് പറയാൻ പറ്റില്ലല്ലോ, ഒരു സ്നേഹിതനാണ് എന്ന് പറയാൻ പറ്റുമോ? രണ്ട് സ്നേഹിതന്മാർ, അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഏടാന്നൊക്കെ വിളിച്ചിട്ട് ഒരു അടിയൊക്കെ അടിക്കൂല. ചിലപ്പോ ചിലതൊക്കെ നല്ല വേദന ആവും, ചില നുള്ളൊക്കെ ഭയങ്കര വേദന ഉണ്ടായിരിക്കും. ആയിക്കോട്ടെ, അത് സഹിക്കാൻ കഴിയുന്നിടത്താണ് നിങ്ങളുടെ സ്നേഹം നിലനിൽക്കുന്നത്. അതല്ല, നുള്ളാനും പറ്റൂല, ഒന്ന് തൊടാനും പറ്റൂല, അങ്ങനെയൊക്കെ പിന്നെ ഒരു വേഗം പിരിയും. അപ്പൊ ചങ്ങാതിമാരാകുമ്പോ ഒരു രസം കൂടുമ്പോഴൊക്കെ ചില പുറത്തൊക്കെ അടിക്കും. ചിലവര് ആ രസം വരുന്നുണ്ടെന്ന് കണ്ടവിടുന്ന് ഓടി കഴിച്ചില്ലാവില്ല നന്നാ, ചിലപ്പോ അമ്മാരി അടിയൊക്കെ അടിച്ചാലും ചിലപ്പോ. അപ്പൊ എന്തായാലും ആ അടി കൊണ്ടേ പറ്റും. അത് സ്നേഹത്തോടുകൂടെ സ്വീകരിക്കുന്ന അടിയാണ്. അത് സ്വീകരിക്കാൻ പറ്റാത്തവർ സ്നേഹിതനല്ലല്ലോ എന്നാണ് പറയണത്. ആരവിടെ അടിച്ചത് ഈ രോഗിയെ? അള്ളാഹു തന്ന രോഗം ക്ഷമിക്കാതെ നിങ്ങളിങ്ങനെ തേങ്ങാണോ? അപ്പൊ നിങ്ങൾ അള്ളാന്റെ മുഹിബ്ബല്ലല്ലോ എന്നാ ചോദിക്കണത്. അപ്പം രോഗിന്റെ വലിയ മറുപടി അവിടെ നിന്ന് വന്നു, ലൈസ ബിമുഹിബ്ബിൻ മൻ ലം യതലദ്ദദ് ദർബ ഹബീബിഹി. തന്റെ മെഹബൂബായ സ്നേഹഭാജനം അടിക്കുമ്പോൾ ആ അടിയിൽ ആനന്ദം കൊള്ളാത്തവൻ ഒരു മുഹിബ്ബല്ലല്ലോ. ഞാനത് ആനന്ദിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാ മറുപടി. യോ അല്ലാഹ്, ഉലമാ പറയാ പറഞ്ഞതൊരു ലെവലാണ്, പക്ഷേ അതിലും വലിയ ലെവലിലാ മറുപടി വന്നത്. ക്ഷമിക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ, ക്ഷമയും കഴിഞ്ഞ് ആനന്ദിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആനന്ദത്തിലാണ്. ലൈസ ബിമുഹിബ്ബിൻ മൻ ലം യതലദ്ദദ് ദർബ ഹബീബിഹി. അല്ലാഹു നമുക്കൊക്കെ ക്ഷമ നൽകട്ടെ. ആ മുഹിബ്ബിന്റെ ദർബ്, തലദ്ദുദ് ചെയ്യാന്ന് പറഞ്ഞ, ആനന്ദിക്കുക എന്ന് പറഞ്ഞ ഒരു മനസ്സിന്റെ ഒരു സ്ഥാനമുണ്ട്. ആ ലെവലിലേക്കൊക്കെ നമുക്ക് എത്താൻ കഴിയണം. എന്നാ പിന്നെ ദുന്യാവിൽ ഒന്നും പ്രശ്നമില്ല, ഒന്നും മുഅ്മിനീങ്ങൾ കുലുങ്ങൂലല്ലോ. ലോകത്ത് എന്തൊക്കെ നടന്നാലും മുഅ്മിനീങ്ങളെ പേടിപ്പിക്കാൻ പറ്റൂല. അല്ലാതെ പേടിച്ചു മുഅ്മിനീങ്ങൾ പേടിക്കേണ്ടതില്ല. അവർ അള്ളാഹുവിനെ മുറുകെ പിടിച്ചവരാണ്. അപ്പൊ സ്നേഹത്തോട് അള്ളാഹു നൽകുന്ന സ്നേഹത്തിന്റെ അടിയോ സ്നേഹത്തിന്റെ തലോടലോ ആണ് അസുഖങ്ങള്, രോഗങ്ങള് എന്നൊക്കെയാണ് ഇതിന്റെ